Good morning all. Welcome to Whisper Learning. So നമ്മൾ ഇന്ന് സെക്കൻഡ് പാർട്ടാണ്, ഫസ്റ്റ് ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കുന്നത്. അതായത് നമ്മൾ ഇന്ന് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്താണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ സെഷനിൽ. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മൾ മൈക്രോ മാക്രോ ഡിഫറൻസും അതേപോലെ തന്നെ നോർമേറ്റീവ് ആൻഡ് പോസിറ്റീവ് ഇക്കണോമിക്സ് എന്താണെന്നുള്ളതെല്ലാം നമ്മൾ നോക്കുന്നുണ്ട് ഈ സെഷനിൽ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞായിരുന്നു, അതായത് റിസോഴ്സസ് ആർ സ്കാർസ് ആൻഡ് അതേപോലെ തന്നെ ആ സ്കാർസ് റിസോഴ്സസിന് ആൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ടെന്നത്. അത് ആരുടെ ഡെഫിനിഷൻ ആയിരുന്നു? നമ്മുടെ ലാനൽ റോബിൻസൺ ഡെഫിനിഷനിലാണ് ഈ ഒരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. അതായത് റിസോഴ്സസ് ആർ സ്കാർസ് ആൻഡ് സ്കാർസ് റിസോഴ്സസ് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതായിട്ട് അല്ലെങ്കിൽ ഈ ഒരു കാരണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? റിസോഴ്സസ് മസ്റ്റ് ബി യൂസ്ഡ് എഫിഷ്യൻ്റ്ലി. അതായത് നമുക്ക് പല ആൾട്ടർനേറ്റീവ് യൂസസും നമ്മുടെ ലിമിറ്റഡ് റിസോഴ്സസിനുണ്ട്. അപ്പോൾ ആ ആൾട്ടർനേറ്റീവ് യൂസസിൽ നിന്ന് മോസ്റ്റ് എഫിഷ്യൻ്റ് അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയുക റവന്യൂ കിട്ടുന്നത് അല്ലെങ്കിൽ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു യൂസ് വേണം നമ്മൾ ഔട്ട് ഓഫ് ദി ആൾട്ടർനേറ്റീവ് യൂസസ് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഹെൻസ് റിസോഴ്സസ് മസ്റ്റ് ബി എഫിഷ്യൻ്റ്ലി യൂട്ടിലൈസ്ഡ് അല്ലേ? അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ഇക്കോണമിയിൽ രണ്ട് ഗുഡ്സ് ആണ് അല്ലെങ്കിൽ രണ്ട് കമോഡിറ്റീസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് വിചാരിക്കാം. മെയിൻലി നമ്മളിവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് കോണും കോട്ടനുമാണ്. രണ്ട് കമോഡിറ്റീസ് ആണ്, രണ്ട് കമോഡിറ്റീസ് മാത്രമാണ് നമ്മുടെ ഇക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, കോൺ ആൻഡ് കോട്ടൺ. അപ്പോൾ ഇവിടെ എന്താണ്, നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സസും നമ്മൾ കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് യൂട്ടിലൈസ് ചെയ്യാനാണ്. നമുക്കിപ്പോൾ റിസോഴ്സസ് അവൈലബിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സസും കൊണ്ട് നമ്മൾ കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യാനാണെങ്കിൽ വി ക്യാൻ പ്രൊഡ്യൂസ് 10 യൂണിറ്റ്സ് ഓഫ് കോട്ടൺ. 10 യൂണിറ്റ്സ് ഓഫ് കോട്ടൺ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ഇഫ് വി ആർ അലോക്കേറ്റിംഗ് ദി ഓൾ അവൈലബിൾ റിസോഴ്സസ് ടു യൂട്ടിലൈസ് ദി പ്രൊഡക്ഷൻ ഓഫ് കോട്ടൺ. കോട്ടൺ മാത്രം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്ക് 10 യൂണിറ്റ്സ് ഓഫ് കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. വേറസ് നമ്മൾ മോർ ആൻഡ് മോർ റിസോഴ്സസ് ആർ ബീങ് ഡൈവേർട്ടഡ് ടുവേർഡ്സ് പ്രൊഡക്ഷൻ ഓഫ് കോട്ടൺ ആണെങ്കിലോ നമ്മൾ ആ ഒരു കോട്ടന്റെ പ്രൊഡക്ഷൻ ഇവിടെ എന്താണ്, കോട്ടൺ ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സസും നമ്മൾ കോട്ടണിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ മോർ ആൻഡ് മോർ റിസോഴ്സസ് ആർ ബീങ് ഡൈവേർട്ടഡ് ടുവേർഡ്സ് പ്രൊഡക്ഷൻ ഓഫ് കോട്ടൺ. സ്മോൾ എമൗണ്ട് വിൽ ബി ലെഫ്റ്റ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് കോൺ. അതായത് നമ്മൾ ആദ്യമേ പറഞ്ഞു ആകെ രണ്ട് കമോഡിറ്റീസ് ഇക്കോണമിയിലുള്ളൂ, കോട്ടനും കോണും മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ കൂടുതലും കോട്ടന് വേണ്ടി നമ്മൾ ഓരോ യൂണിറ്റ് അല്ലെങ്കിൽ ഓരോ റിസോഴ്സസ് നമ്മൾ കോട്ടനായിട്ട് വേണ്ടി നമ്മൾ മാറ്റി വെക്കുമ്പോഴേക്കും കോണിന്റെ പ്രൊഡക്ഷൻ കുറയും. ബിക്കോസ് നമുക്ക് ആകെ ലിമിറ്റഡ് റിസോഴ്സസേ ഉള്ളൂ. അപ്പൊ ലിമിറ്റഡ് റിസോഴ്സസിൽ നമുക്ക് കോട്ടനും കോണും പ്രൊഡ്യൂസ് ചെയ്യാം. നമ്മൾ എല്ലാ റിസോഴ്സസും കോട്ടന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ 10 യൂണിറ്റ്സ് ഓഫ് കോട്ടൺ അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. കോണിന്റെ പ്രൊഡക്ഷൻ അവിടെ 0 ആയിരിക്കും. ആസ് ആൻഡ് വെൻ നമ്മൾ സ്മോൾ യൂണിറ്റ് ഓഫ് റിസോഴ്സസ് നമ്മൾ ലെഫ്റ്റ് ഓവർ ആയിട്ടാണെങ്കിൽ നമുക്ക് എന്താണ് കോണിന്റെ പ്രൊഡക്ഷൻ സൈമൾട്ടേനിയസ്ലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇഫ് ഓൾ അവൈലബിൾ റിസോഴ്സസ് ആർ യൂട്ടിലൈസ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് കോൺ മാത്രമാണെങ്കിൽ 4 യൂണിറ്റ്സ് ഓഫ് കോൺ ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് അല്ലേ? അതായത് കോണിന് മാത്രമായിട്ട് നമ്മൾ റിസോഴ്സസ് എല്ലാം യൂട്ടിലൈസ് ചെയ്യാനാണെങ്കിൽ 4 യൂണിറ്റ്സ് ഓഫ് കോൺ ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഇൻ ദിസ് കേസ് നോ റിസോഴ്സസ് ആർ ലെഫ്റ്റ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് കോട്ടൺ. അപ്പോൾ കോണിന് മാത്രമാണ് നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യാനാണെങ്കിൽ കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ കോട്ടന് മാത്രമാണ് നമ്മൾ എല്ലാ റിസോഴ്സും യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ കോണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. But in this way, the scarce resources can be employed in various combinations to give alternative production possibilities. Okay, അതായത് നമ്മുടെ കയ്യിലുള്ള സ്കേഴ്സ് റിസോഴ്സസ് എംപ്ലോയ് ചെയ്യണം, പല കോമ്പിനേഷനിൽ നമ്മൾ എംപ്ലോയ് ചെയ്യുകയാണ്. അതായത് കുറച്ച് കോട്ടൺ, കുറച്ച് കോൺ, കുറെ കോട്ടൺ, വളരെ കുറവായിട്ടുള്ള കോൺ, അല്ലെങ്കിൽ ഫുള്ളായിട്ട് കോട്ടൺ നോ കോൺ, അല്ലെങ്കിൽ ഫുള്ളായിട്ട് കോൺ നോ കോട്ടൺ, അങ്ങനെ പല കോമ്പിനേഷൻ നമ്മൾ ട്രൈ ഔട്ട് ചെയ്യണം. അപ്പോൾ വേരിയസ് കോമ്പിനേഷൻ ടു ഗെറ്റ് ആൾട്ടർനേറ്റീവ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി, പല പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് ആണ് നമുക്ക് കിട്ടുന്നത്. ആദ്യത്തെ പ്രൊഡക്ഷൻ പോസിബിലിറ്റിയിൽ എന്തായിരുന്നു, 10 യൂണിറ്റ്സ് ഓഫ് കോട്ടൺ ആണ്, അതിന്റെ സൈഡിൽ കോണിന്റെ പ്രൊഡക്ഷൻ ആകുമ്പോഴേക്കും 0 ആണ്. അതിന്റെ എക്സ്ട്രീം നേരെ ഓപ്പോസിറ്റ് കേസ് ആണെങ്കിലോ 4 യൂണിറ്റ്സ് ഓഫ് കോൺ ആണ്, അപ്പോൾ കോട്ടന്റെ പ്രൊഡക്ഷൻ അവിടെ 0 ആവുകയാണ്.
അപ്പൊ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള പല കോമ്പിനേഷനിൽ എന്താണ് രണ്ടും കുറച്ച് കുറച്ചായിട്ട്, അതായത് ഒന്ന് കൂടുമ്പോഴേക്കും മറ്റു കുറയുന്നു എന്നുള്ള രീതിയിൽ പല കോമ്പിനേഷൻ നമ്മളവിടെ ട്രൈ ഔട്ട് ചെയ്യാണ്. അപ്പൊ ഇതാണ് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ്. അപ്പൊ ഇതിൽ നിന്നാണ് നമുക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ ഡിറൈവ് ചെയ്യാൻ പറ്റുന്നത്. അതായത് the set of all possible combination of goods that can be produced from the given resources and technology in a production possibility schedule. അതായത് ഇവിടെ എന്താണ്, റിസോഴ്സസ് ആർ ഗിവൺ. ഗിവൺ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് തന്നേക്കുന്ന അത്രയും റിസോഴ്സസേ ഉള്ളൂ അല്ലേ, അതായത് ലിമിറ്റഡ് റിസോഴ്സസും ലിമിറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിയുമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ആ അവൈലബിൾ ആയിട്ടുള്ള ലിമിറ്റഡ് റിസോഴ്സസ് ആൻഡ് ടെക്നോളജിയിലെ ഡിഫറെന്റ് സെറ്റ് ഓഫ് പോസിബിൾ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ആണ് നമ്മളിവിടെ മേക്ക് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യം പറഞ്ഞ കേസ്, അതായത് പോസിബിലിറ്റി എയിൽ എന്താണ്, കോട്ടന്റെ പ്രൊഡക്ഷൻ 10 ആവുന്നുണ്ട്, വേറെ കോണിന്റെ പ്രൊഡക്ഷൻ 0 ആണ്. കോണിന്റെ 1 യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ആവുമ്പോഴേക്കും കോട്ടന്റെ പ്രൊഡക്ഷൻ കുറയാണ്. ബിക്കോസ് നമ്മളിവിടെ റിസോഴ്സസ് നമുക്ക് ആകെ ലിമിറ്റഡ് ആയിട്ടുള്ള ഗീവൺ റിസോഴ്സസേ ഉള്ളൂ. അപ്പൊ ആ ഗീവൺ എൻറ്റയർ റിസോഴ്സസ് നമ്മൾ കോട്ടന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് 10 യൂണിറ്റ്സ് ഓഫ് കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ കോണിന്റെ പ്രൊഡക്ഷൻ 0 ആയിരിക്കും. നമ്മൾ കുറച്ച് ആ റിസോഴ്സസിന്റെ ഇത് കുറച്ച് കോട്ടണിൽ നിന്ന് കുറയ്ക്കുമ്പോഴേക്കും നമുക്ക് 1 യൂണിറ്റ് ഓഫ് കോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ കോട്ടന്റെ പ്രൊഡക്ഷൻ അവിടെ കുറയാണ്, 10ൽ നിന്ന് 9ലോട്ട് വരികയാണ്. അടുത്തത് എന്താണ്, നമ്മൾ 2 യൂണിറ്റ്സ് ഓഫ് കോണിന്റെ പ്രൊഡക്ഷൻ നമ്മൾ പയ്യെ കൂട്ടുവാണ്. കോണിന്റെ പ്രൊഡക്ഷൻ കൂട്ടുമ്പോഴേക്കും കോട്ടന്റെ പ്രൊഡക്ഷൻ അവിടെ കുറയാണ്, 9ൽ നിന്ന് 7ലോട്ട് ആവും. നെക്സ്റ്റ് നമ്മൾ 2ൽ നിന്ന് 3ലോട്ട് ആക്കുവാണ് കോണിന്റെ പ്രൊഡക്ഷൻ. അപ്പോൾ അവിടെ കോട്ടന്റെ പ്രൊഡക്ഷൻ 4 ആയിട്ട് കുറയും. നെക്സ്റ്റ് നമ്മൾ കോണിന്റെ പ്രൊഡക്ഷൻ 4 ആകുമ്പോഴേക്കും നമുക്ക് കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അവിടെ വേറെ റിസോഴ്സസ് അവൈലബിൾ ആയിട്ട് വരുന്നില്ല. അപ്പോൾ കോട്ടന്റെ പ്രൊഡക്ഷൻ 0 ആണ്. ഇതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ possible combination of goods that can be produced from given resources and technology. ഇതാണ് ഷെഡ്യൂൾ. ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു ടേബിൾ ആണ്, ടാബുലർ ഫോമിലായിട്ടുള്ള ഇതിനാണ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, now കർവ് ആണ്. കർവ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഗ്രാഫിക്കലി നമ്മൾ കർവ് വരയ്ക്കുകയാണ്. അപ്പൊ PPC എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലോക്കസ് ഓഫ് കോമ്പിനേഷൻ ഓഫ് two commodities that an economy can produce with full utilization of its resources and state of technology. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസിന്റെ ഫുൾ യൂട്ടിലൈസേഷൻ ആണ് അവിടെ നടക്കുന്നത്, ആൻഡ് വിത്ത് എ ഗിവൺ സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി. ഓക്കെ, അങ്ങനെ രണ്ട് commoditiesന്റെ കോമ്പിനേഷൻ ആണ് ഈ PPC curve demonstrate ചെയ്യുന്നത്. Locus of combinations of two commodities that an economy can produce with full utilization of its resources and state of technology. നമ്മളിവിടെ assume ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ economy is producing only two commodities with given resources. രണ്ട് commodities produce ചെയ്യുന്നുള്ളൂ and resources are given. Given എന്ന് പറഞ്ഞാൽ എന്താണ്, ലിമിറ്റഡ്. നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ലിമിറ്റഡ് റിസോഴ്സസിൽ രണ്ട് commodities മാത്രമാണ് economy produce ചെയ്യുന്നുള്ളൂ. And when resources are fully employed, the economy can produce alternative combinations of corn and cotton. Fully utilize ചെയ്യാൻ നമ്മൾ മാറ്റി വെക്കുന്നില്ല വേറെ റിസോഴ്സസ്. നമുക്ക് തന്നേക്കുന്ന ഗിവൺ റിസോഴ്സസ് നമ്മൾ ഫുള്ളി എംപ്ലോയ് ചെയ്തിട്ടാണ് പ്രൊഡക്ഷൻ ടേക്ക് ഓവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഈ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഗുഡ് വൈ ഗുഡ് എക്സ്, അതായത് കോണും കോട്ടനും ആണ് എക്സ് ആൻഡ് വൈ ആക്സിസിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ഗ്രീൻ ലൈൻ ആണ് നമ്മുടെ PPC കർവ് അല്ലെങ്കിൽ PPF ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത് ആ ഒരു ഗ്രീൻ ലൈൻ ആണ്. A and B ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഗ്രീൻ ലൈൻ ആണ് PPC ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് all points on PPC are efficient and attainable combination of two goods. നമ്മൾ two goods ആണ്, ഗുഡ് എക്സ് ആൻഡ് ഗുഡ് വൈ എന്ന് പറഞ്ഞാൽ two goods ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് കോൺ ആൻഡ് കോട്ടൺ എന്ന് പറഞ്ഞിട്ട് രണ്ട് ഗുഡ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഗുഡ്സിന്റെ കോമ്പിനേഷൻ പോയിന്റ്സ് ആണ് A and B എന്ന് പറയുന്നത്. അതായത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന പോയിന്റ്സ്. ഓക്കെ, നമുക്ക് ഗിവൺ ആയിട്ടുള്ള റിസോഴ്സസും സ്റ്റേറ്റ് ഓഫ് ടെക്നോളജിയുടെ ഹെൽപ്പോട് കൂടി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന കോമ്പിനേഷൻസ് ആണ് ഈ A and B പോയിന്റ്സ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഈ കർവില്, ഈ ഗ്രീൻ ലൈൻസിൽ ഏത് പോയിന്റിലും നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഗുഡ്സ് ആണ് പറയുന്നത്. പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് ആണ് ഈ ഒരു ലൈനിലെ ഏതൊരു പോയിന്റില് കോമ്പിനേഷൻസ്. ആൻഡ് any point below the PPC is attainable but inefficient combinations because it gives lower output of both goods. അതായത് ഈ A and B അല്ലെങ്കിൽ ഈ ഒരു ഗ്രീൻ ലൈനിന്റെ ബിലോ ആയിട്ടുള്ളത്, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ C എന്നാവാം.
അതല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഈ കർവിന്റെ ഉള്ളിലോട്ടുള്ള ഏത് പോയിന്റ് ആണെങ്കിലും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ അവിടെ എന്താണ്, നമുക്ക് തന്നേക്കുന്ന ഗിവൻ റിസോഴ്സസ് ഇവിടെ ഫുള്ളി യൂട്ടിലൈസ്ഡ് അല്ല. ഇൻഎഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ ഇൻഎഫിഷ്യന്റ് കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ആണ് ഇൻസൈഡ് ദി പോയിന്റ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് നമ്മൾ ഫുള്ളി യൂട്ടിലൈസ് ചെയ്തില്ല. ഇപ്പൊ ഈ പോയിന്റ് സി റെപ്രസെന്റ് ചെയ്യണത് എന്താണ്, കോമ്പിനേഷൻ ഓഫ് ഗുഡ് എക്സ് ആൻഡ് ഗുഡ് വൈ തന്നെയാണ്. അതായത് കോൺ ആൻഡ് കോട്ടന്റെ കോമ്പിനേഷൻ ഓഫ് പോയിന്റ് തന്നെയാണ് സി റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഡ്രോബാക്ക് എന്താണ്, ആ പോയിന്റ് സിയില് നമുക്ക് തന്നേക്കുന്ന റിസോഴ്സസ് നമ്മൾ ഫുള്ളി യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. ഇൻഎഫിഷ്യന്റ് കോമ്പിനേഷൻ ആണ് അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ പോയിന്റ് ഡി എന്താ റെപ്രസെന്റ് ചെയ്യണത്, അൺഅറ്റൈനബിൾ. ബിക്കോസ് നമുക്ക് തന്നേക്കുന്ന റിസോഴ്സസ് എന്ന് പറയുന്നത് ഈ ഒരു പി പി സിയുടെ ലിമിറ്റിൽ മാത്രമേ, ഈ ഒരു പി പി കർവിന്റെ ലിമിറ്റിൽ മാത്രമാണ് നമുക്ക് തന്നേക്കുന്ന റിസോഴ്സസ് ഉള്ളൂ. ഡി എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റാത്ത പോയിന്റിലെ ഗുഡ് ആണ്. അതായത് നമുക്ക് കുറച്ചും കൂടി റിസോഴ്സസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പോയിന്റ് ഡിയിലെ കോമ്പിനേഷൻ അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് തന്നേക്കുന്ന ഗിവൺ റിസോഴ്സസും സ്റ്റേറ്റ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഗുഡ്സ് ആണ് ഈ ഒരു കർവിലെ ഏത് പോയിന്റും കാണിക്കുന്നത്. ബിയോണ്ട് പോയിന്റ് ആണെങ്കിൽ അൺഅറ്റൈനബിൾ ആണ്, നമുക്ക് കുറച്ചും കൂടി റിസോഴ്സസ് വേണം. ബിലോ ആണെങ്കിൽ എന്താണ്, ഇൻഎഫിഷ്യന്റ് ആണ്, അറ്റൈൻ ചെയ്യാൻ പറ്റും പക്ഷെ അത് ഇൻഎഫിഷ്യന്റ് ആണ്, നമുക്ക് തന്നേക്കുന്ന റിസോഴ്സസ് ഫുള്ളി യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. അതാണ് ഇൻസൈഡ് ദി കർവിൽ ഒരു പോയിന്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണത്. ഔട്ട്സൈഡ് ദ പോയിന്റ് ആണെങ്കിൽ എന്താണ്, അൺഅറ്റൈനബിൾ ആണ്. ഇതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഓക്കെ, കോൺവെക്സ് ടു ഒറിജിൻ ആണ്. അതായത് പുറത്തോട്ട് ബൾജ് ചെയ്തിരിക്കുന്ന ഒരു കർവ് ആണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഷിഫ്റ്റ് ഇൻ പി പി സി. അതായത് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു കർവ് അങ്ങനെ തന്നെ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഷിഫ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ റൈറ്റ് വേർഡ് ആൻഡ് ലെഫ്റ്റ് വേർഡ് അല്ലെങ്കിൽ ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് ഷിഫ്റ്റ് ഇൻ പി പി സി എന്ന് പറയുന്നത്. എൻറ്റയർ കർവ് അങ്ങനെ തന്നെ ഒന്നെങ്കിൽ റൈറ്റിലോട്ട് അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ട് അല്ലെങ്കിൽ ഇൻവേർഡ് അല്ലെങ്കിൽ ഔട്ട്വേർഡ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യും. അതിനെയാണ് ഷിഫ്റ്റ് ഇൻ പി പി സി എന്ന് പറയുന്നത്. അപ്പോൾ വെൻ ആൻ ഇക്കോണമി ഗ്രൂസ്, അതായത് ഇക്കോണമി ഡെവലപ്പ് ആവുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഇക്കോണമി ഗ്രൂ ചെയ്യുന്നതനുസരിച്ച് പി പി സി ഷിഫ്റ്റ്സ് അപ്വേർഡ്. ഇക്കോണമി ഗ്രോ ചെയ്യാന്ന് പറയുമ്പോഴേക്കും എന്താണ്, ഇക്കോണമിയിലെ റിസോഴ്സസ് എല്ലാം എക്സ്പാൻഡ് ചെയ്യുകയാണ്, എല്ലാം കൂടുകയാണ്. അപ്പൊ അതിനനുസരിച്ച് ഇക്കോണമിയിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് കൂടുന്നതിനനുസരിച്ച് ഇക്കോണമി വിൽ ഷിഫ്റ്റ് അപ്വേർഡ്. അപ്വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് വേർഡ്. അതായത് ഇവിടെ നോക്കുവാണെങ്കിൽ ടുവേർഡ്സ് ബി. അതായത് ഈ ബ്ലൂ ലൈൻ അല്ലെങ്കിൽ ബ്ലൂ കർവ് ആണ് ഒറിജിനൽ പി പി സി. 200 300 ബ്ലൂ കർവ് ആണ് ഒറിജിനൽ ആയിട്ടുള്ള പി പി സി കർവ്. ആ ബിയിൽ ആ ഒരു ബ്ലൂ കർവിൽ നിന്ന് 280 400 മൂവ് ചെയ്യുന്ന ഷിഫ്റ്റ്, അതാണ് ഔട്ട്വേർഡ് ഷിഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഓഫ് പി പി സി എന്ന് പറയുന്നത്. അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് എന്താണ്, ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് ആണ്. ഇക്കോണമിയിലെ റിസോഴ്സസ് ഗ്രോ ചെയ്യണതനുസരിച്ച് അവർക്ക് കൂടുതലായിട്ട് ബെറ്റർ കോമ്പിനേഷൻസ് അറ്റൈൻ ചെയ്യാൻ പറ്റും. അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് കുറച്ചും കൂടി യൂട്ടിലൈസ് ചെയ്ത് ബെറ്റർ ആയിട്ടുള്ള ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇക്കോണമി ഗ്രോ ചെയ്യാന്ന് പറയുന്നത്. അതായത് ഈ ബിയിലോട്ടുള്ള മൂവ്മെന്റ്. ഓക്കെ, വൈസ് വേഴ്സ എന്ന് പറയുമ്പോഴേക്കും അതിന്റെ ഓപ്പോസിറ്റ്. അതായത് ഇക്കോണമി എന്താ പറയുക, ഡിക്ലൈൻ ചെയ്യാണ്, ഗ്രോത്ത് ഡിക്ലൈൻ ചെയ്യണം അല്ലെങ്കിൽ ഗ്രോത്ത് സ്ലോ ഡൗൺ ചെയ്യാന്ന് പറയുമ്പോഴേക്കും ഇക്കോണമിയിലുള്ള റിസോഴ്സസ് എല്ലാം കുറഞ്ഞു വരുന്ന സിറ്റുവേഷൻ. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ എന്താണ്, ഈ ബ്ലൂ ലൈനിൽ നിന്ന് താഴത്തോട്ടാണ് ഷിഫ്റ്റ് വരുന്നത്. അതായത് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഇൻവേർഡ് ഷിഫ്റ്റ്, ഡൗൺവേർഡ് ഷിഫ്റ്റ് എന്നും പറയും. ഇക്കോണമി ഷിഫ്റ്റ്സ് ഡൗൺവേർഡ് അല്ലെങ്കിൽ ഇൻവേർഡ്, അതല്ലെങ്കിൽ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ്. ഈ 3 ടേംസും യൂസ് ചെയ്യാം നമുക്ക്. അപ്പൊ അതാണ് ഈ എയിലോട്ടുള്ള മൂവ്മെന്റ്. അതായത് 200 300 ആയിട്ട് കോമ്പിനേഷൻസ് 120 200 ആയിട്ട് കുറയുക ചെയ്യണത്. വെൻ ഇക്കോണമി ഡസൻ ഗ്രോസ് അല്ലെങ്കിൽ ഇക്കോണമി സ്ലോസ് ഡൗൺ ആകുമ്പോഴേക്കും എന്താണ്, ഇൻവേർഡ് ഷിഫ്റ്റ് ആണ്, ഇക്കോണമിക് ഡിക്ലൈൻ ആണ് ഹാപ്പൻ ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇവിടെ കുറച്ചും കൂടി ക്ലിയർലി ഇവിടെ സ്റ്റേറ്റ് ചെയ്തേക്കുന്നത്. The inward shift or economic decline happens when an abnormality or natural disaster occurs in an economy. അതായത് എക്കോണമിയിൽ ഒരു നാച്ചുറൽ ഡിസാസ്റ്ററോ അല്ലെങ്കിൽ ഒരു അബ്നോർമാലിറ്റി വരുമ്പോഴേക്കും എന്ത് സംഭവിക്കും, ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കുറയും. അപ്പൊ ആ ഒരു റിഡക്ഷൻ ഇൻ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വരുമ്പോഴേക്കും ഇക്കോണമിയിൽ പഴയ രീതിയിൽ പ്രൊഡക്ഷൻ ടേക്ക് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ അതിനനുസരിച്ച് ഇക്കോണമിയുടെ ഔട്ട്പുട്ട് കുറയുക ചെയ്യണത്. അപ്പൊ അതുകൊണ്ടാണ് എക്കോണമി ആ ഒരു ഒറിജിനൽ ബ്ലൂ കർവിൽ നിന്ന് താഴത്തോട്ട് ഷിഫ്റ്റ് ചെയ്യണത്. അതായത് 120 200 ആയിട്ട് കുറയുന്നത്. ഇൻവേർഡ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ഇക്കണോമിക് ഡിക്ലൈൻ കൊണ്ടാണ് ഇൻവേർഡ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ഒക്കർ ചെയ്യുന്നത്.
നേരെ മറിച്ച് ഔട്ട്വേർഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇക്കണോമിക് പൊട്ടൻഷ്യൽ ഗ്രോത്ത് സംഭവിക്കുകയാണ്, എക്കോണമിയിൽ ഒരു പൊട്ടൻഷ്യൽ ഗ്രോത്ത് ഹാപ്പൻ ചെയ്യാണ്. അപ്പൊ അതിനനുസരിച്ച് പ്രൊഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് എക്കോണമി ഇൻഫ്ലേറ്റ്സ്, എക്കോണമിയിലെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കൂടുക ചെയ്യുന്നത്. ദിസ് ഹാപ്പൻസ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് റിസോഴ്സസ്. എക്കോണമിയിലെ റിസോഴ്സസിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇക്കോണമി മൂവ്സ് ഔട്ട്വേർഡ് അല്ലെങ്കിൽ റൈറ്റ്വേർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ അപ്വേർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്. അതാണ് 200-300 നിന്ന് ഇക്കോണമി പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്യണത്. അതായത് 280-400 ആയിട്ട് ഇക്കോണമി ഔട്ട്വേർഡ് ഷിഫ്റ്റ് സംഭവിക്കുകയാണ്. ഇതാണ് രണ്ട് തരത്തിലുള്ള ഷിഫ്റ്റിംഗ് PPs എന്ന് പറയുന്നത്. ഇൻവേർഡ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ഔട്ട്വേർഡ് ഷിഫ്റ്റ്, ഇൻവേർഡ് ഔട്ട്വേർഡ് ഷിഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ്വേർഡ് ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റ്. മാറിപ്പോകരുത്, നിങ്ങൾ ഇത് ഓർത്ത് വെച്ചാൽ മതി. ഔട്ട്വേർഡും ഇൻവേർഡും ഓർത്താൽ മതി. അതായത് ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ പുറത്തോട്ടാണ്. നമുക്ക് ഒറിജിനൽ ആയിട്ട് 200-300 എന്ന് പറഞ്ഞിട്ടൊരു കേവ് ഉണ്ട്, അതിൽ നിന്ന് പുറത്തോട്ട് പോണതാണ് ഔട്ട്വേർഡ് ഷിഫ്റ്റ്. അതായത് റൈറ്റിലോട്ട് മാറുന്നു ഷിഫ്റ്റ്. നമുക്ക് ഇപ്പൊ നോക്കുകയാണെങ്കിൽ കേവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം, നമ്മുടെ ആ ഒരു ഇതിൽ നിന്ന് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണതാണ് ഔട്ട്വേർഡ് ഷിഫ്റ്റ്. മറിച്ച് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാന്ന് പറയുമ്പോഴേക്കും ഇക്കണോമിക് ഡിക്ലൈൻ കൊണ്ടാണ് ലെഫ്റ്റിലോട്ട് കേവ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, കൺഫ്യൂസ്ഡ് ആവരുത്. റൈറ്റ് വേർഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഇക്കണോമിക് ഗ്രോത്ത് ആണ്. റൈറ്റ് എന്ന് പറയുമ്പോഴേക്കും റൈറ്റ് കറക്റ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ കണക്ട് ചെയ്ത് നിങ്ങൾ ഓർത്ത് വെക്കുക. റൈറ്റ് വേർഡ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോഴേക്കും ഒരു പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ്, അപ്വേർഡ് മൂവ്മെന്റ് ഉണ്ടാകുമ്പോഴാണ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. ലെഫ്റ്റ് എന്ന് പറയുമ്പോഴേക്കും ഒരു ഡൗൺ മൂവ്മെന്റ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എക്കണോമിക് ഡിക്ലൈൻ കൊണ്ടിട്ടാണ് ഡൗൺ മൂവ്മെന്റ് വരുന്നത്. അതാണ് രണ്ട് തരത്തിലുള്ള ഷിഫ്റ്റിംഗ് PPs എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇത് റിലേറ്റ് ചെയ്തിട്ട് തന്നെയുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് opportunity cost of a product or service is defined as a value of next best alternative foregone for producing a commodity. അതായത് നമുക്കറിയാം, നമ്മളിപ്പോൾ ആദ്യം തൊട്ട് പറയുന്നത് എന്താണ്, റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. അതേപോലെ തന്നെ ലിമിറ്റഡ് റിസോഴ്സിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള യൂസസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള യൂസസിനകത്ത് നമുക്കിപ്പോൾ ഒരു 4 ഓൾട്ടർനേറ്റീവ് ഉണ്ട്. ഓക്കെ, ആ 4 ഓൾട്ടർനേറ്റീവിൽ നമ്മൾ ഒരു ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യണം. അപ്പൊ ഒരു ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യാന്നത് നമ്മൾ ഈ സെക്കൻഡ് ഓൾട്ടർനേറ്റീവും തേർഡ് ഓൾട്ടർനേറ്റീവ് ഫോർത്ത് ഓൾട്ടർനേറ്റീവ് എല്ലാം ക്യാൻസൽ ചെയ്തിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യണത്. അപ്പൊ ഈ സെക്കൻഡ് ഓൾട്ടർനേറ്റീവിൽ നമുക്ക് എന്താണോ കിട്ടുന്നത് അത് നമ്മൾ വേണ്ട എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളവിടെ സാക്രിഫൈസ് ചെയ്യണം. നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർഗോൺ ആണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അതായത് സെക്കൻഡ് ഓൾട്ടർനേറ്റീവ് നമുക്ക് എന്ത് കിട്ടുന്നു അത് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യുന്നത്. അപ്പൊ സെക്കൻഡ് ഓൾട്ടർനേറ്റീവിലെ സാക്രിഫൈസ് ആണ് ഇവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ചൂസ് ചെയ്യുന്ന ഡിസിഷന്റെ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് നമ്മൾ വേണ്ടാന്ന് വെക്കുകയാണ്. അപ്പൊ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് നമുക്ക് എന്ത് ഔട്ട്പുട്ട് കിട്ടുന്നോ അതിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ പറയുന്നുണ്ട്, അതായത് ഒരു ഏക്കർ ലാൻഡിൽ നമ്മൾ 1000 kg ഓഫ് പാഡി നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാണ്. ബട്ട് ഇൻ സ്പൈറ്റ് ഓഫ് പാഡി, അല്ലെങ്കിൽ പാഡിക്ക് പകരം നമ്മൾ ജിഞ്ചർ ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, സെയിം 1 acre ലാൻഡിൽ നമ്മൾ ജിഞ്ചർ ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് 1200 വർത്ത് ജിഞ്ചർ കിട്ടും അല്ലെ. നമ്മൾ 1000 kg പാഡിയാണ് നമ്മൾ ആ 1 acreൽ പ്രൊഡ്യൂസ് ചെയ്യണത്. നമ്മൾ 1 acreൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴേക്കും 1000 kg പാഡി കിട്ടും. ഇൻ സ്പൈറ്റ് ഓഫ് പാഡി നമ്മൾ ജിഞ്ചർ ആണ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, അതായത് നമ്മൾ പാഡിക്ക് പകരം ജിഞ്ചർ ആണ് പ്രൊഡ്യൂസ് ചെയ്യണതെങ്കിൽ നമുക്ക് 1200 വേർത്തിനുള്ള ജിഞ്ചറാണ് കിട്ടുന്നത്. അപ്പൊ 1200 വേർത്തിനുള്ള ജിഞ്ചർ വേണ്ട എന്ന് വെച്ചിട്ടാണ് നമ്മൾ പാഡി പ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പൊ ഈ 1200 kg വേർത്ത് ജിഞ്ചറിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണത്. നമ്മളിപ്പോ അത് ചൂസ് ചെയ്തായിരുന്നെങ്കിൽ നമുക്ക് 1200 വേർത്ത് ജിഞ്ചർ കിട്ടിയാണ്. അപ്പൊ അത് വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ 1000 kg പാഡി ഓപ്റ്റ് ചെയ്യുവാണ്. അപ്പൊ ഈ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ജിഞ്ചർ വേണ്ട എന്നുള്ള ഒരു തീരുമാനമാണ് ഇവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അതായത് 1200 വേർത്ത് ആണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ആ 1200 വേർത്ത് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ 1000 വേർത്ത് ഓഫ് പാഡിയിലോട്ട് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർഗോൺ. ആ ഒരു ടേം ഓർത്ത് വെച്ചാൽ മതി. നമ്മുടെ നെക്സ്റ്റ്, നമുക്ക് ഓൾട്ടർനേറ്റീവ് യൂസസ് ആണ് ഒരു റിസോഴ്സസിനുള്ളത്. ആ ഓൾട്ടർനേറ്റീവ് യൂസസിൽ നിന്ന് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് നമ്മൾ ഫോർഗോൺ ചെയ്യാണ്, വേണ്ടാന്ന് വെക്കുകയാണ്. അതിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് എ പ്രോഡക്റ്റ് ഓർ സർവീസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ
ചൂസ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ എക്കണോമിക് പ്രോബ്ലം റിലേറ്റ് ചെയ്ത് നമ്മൾ ചോയ്സ് നടത്തുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഡെഫിനേഷൻ ഓർത്തി വെക്കുക. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് എ പ്രോഡക്റ്റ് ഓർ സർവീസ് ഇസ് ഡിഫൈൻഡ് ആസ് ദി വാല്യൂ ഓഫ് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർ പ്രൊഡ്യൂസിങ് എ കമോഡിറ്റി. ഓക്കെ, അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പോസിറ്റീവ് എക്കണോമിക്സ് ആൻഡ് നോർമേറ്റീവ് എക്കണോമിക്സ്, അതിന്റെ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ ഇനി പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. പോസിറ്റീവ് എക്കണോമിക്സ് ആൻഡ് നോർമേറ്റീവ് എക്കണോമിക്സ്. പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡാറ്റ ആൻഡ് ഫാക്ട്. നമുക്ക് എന്താണോ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ അല്ലെങ്കിൽ എന്താണോ റിയൽ ആയിട്ട് സംഭവിച്ചിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ വാല്യൂസ്, ഒപ്പീനിയൻസ് ആൻഡ് ജഡ്ജ്മെന്റ്സ്. നമ്മളൊരു എന്താ പറയാ നോർമേറ്റീവ് ആയിട്ട് നമ്മൾക്ക് എന്താ പറയാ ഫാക്റ്റിനേക്കാൾ ഉപരിയായിട്ട് വാട്ട് ഈസ് അവർ ഒപ്പീനിയൻ, നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്, നിങ്ങളുടെ ജഡ്ജ്മെന്റ് എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ പറ്റി, അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. മറ്റേന്ന് പറയുന്നത് പ്യുവർലി ഡാറ്റയാണ്. എന്താണ് ഇക്കോണമിയിൽ സംഭവിക്കുന്നത്, എന്താണ് ഇക്കോണമി എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ അൺഎംപ്ലോയ്മെന്റ്. ഓക്കെ, അതായത് ഇക്കോണമിയിൽ ഇപ്പൊ 2% ഓഫ് അൺഎംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ഒരു 1% ഓഫ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ 4% ഓഫ് ഇൻഫ്ലേഷൻ ഇക്കോണമി ഫേസ് ചെയ്യാണ്. അത് ഒരു ഫാക്റ്റ് ആണ് അല്ലെ. നേരെ മറിച്ച് ഈ ഇൻഫ്ലേഷൻ വരുന്നത് എന്താ പറയാ ഒരു പ്രൈസ് ഹൈക്ക് കാരണമാണ്, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഉണ്ടായിരിക്കുന്നത് എന്താ പറയാ അൺഎംപ്ലോയ്മെന്റിന്റെ ഒരു ഔട്ട്കം ഒക്കെ ആയിട്ടാണ് എന്നുള്ള രീതിയിൽ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പറയുവാണെങ്കിൽ അത് നോർമേറ്റീവ് എക്കണോമിക്സ് ആണ്. വി ആർ മേക്കിംഗ് എ ജഡ്ജ്മെന്റൽ ഫാക്ട്, അല്ലെങ്കിൽ നമ്മളൊരു ഒപ്പീനിയൻ പറയണം അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുവാണ്, ഒരു ഫാക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ട് നമ്മളൊരു കാര്യം പറയുമ്പോഴേക്കും അത് നോർമേറ്റീവ് എക്കണോമിക്സ് ആവുകയാണ്. ഓക്കെ, സെക്കൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിസ്ക്രിപ്റ്റീവ്. നമ്മൾ ഒരു ഡിസ്ക്രിപ്റ്റീവ് നേച്ചറിൽ അത് പോയിന്റ് ഔട്ട് ചെയ്യണം. മറ്റേത് ഒരു പെർസ്പെക്റ്റീവ്, നമ്മുടെ ഒരു വ്യൂ ആണത്. നോർമേറ്റീവ് എക്കണോമിക്സ് മേ ബി ആ ഒരു ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നതിന്റെ റീസൺ നമ്മൾ സ്റ്റേറ്റ് ചെയ്യണം, നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് നമ്മളവിടെ എക്സ്പ്രസ് ചെയ്യണം. അതാണ് നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ആൻഡ് പോസിറ്റീവ് എക്കണോമിക്സിൽ നമ്മൾ എന്താണ് സംഭവം, വാട്ട് ഈസ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, എന്താണ്, അതായത് എന്താണ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ എത്രയുണ്ട് എന്നുള്ളത് നമ്മൾ ഫാക്ട് അല്ലെങ്കിൽ ഫാക്ച്വൽ ഡാറ്റ വെച്ചിട്ട് നമ്മൾ സ്റ്റേറ്റ് ചെയ്യാണ്. വെറസ് നോർമേറ്റീവിൽ എന്താണ് വാട്ട് ഷുഡ് ബി, എന്ത് വേണം. ഓക്കെ, വാട്ട് ഇറ്റ് ഓട്ട് ടു ബി, എന്തായിരിക്കണം. ഇപ്പൊ അങ്ങനെയാണ് ഇൻഫ്ലേഷൻ എങ്കിൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഇൻഫ്ലേഷൻ, അതെങ്ങനെ കുറയ്ക്കാം എന്നുള്ള ഒരു സജഷൻസും ഒരു ജഡ്ജ്മെന്റൽ പോയിന്റ് ഓഫ് വ്യൂ എല്ലാം നമ്മൾ സ്റ്റേറ്റ് ചെയ്യണം. അപ്പൊ ഇത് വാട്ട് ഓട്ട് ടു ബി അല്ലെങ്കിൽ വാട്ട് ഷുഡ് ബി എന്നുള്ളൊരു കാര്യമാണ് നോർമേറ്റീവ് എക്കണോമിക്സിൽ പറയുന്നത്. ആൻഡ് ഇറ്റ് സ്റ്റേറ്റ്മെന്റ് ക്യാൻ ബി ടെസ്റ്റഡ്, പ്രൂവൺ ഓർ ഡിസപ്രൂവ്ഡ്. പോസിറ്റീവ് എക്കണോമിക്സിൽ ആ സ്റ്റേറ്റ്മെന്റ് നമ്മളിപ്പോ ഒരു പറയുന്ന ഫാക്ച്വൽ സ്റ്റേറ്റ്മെന്റ് ആവാം, അതായത് ഇൻഫ്ലേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ എത്ര പെർസെന്റേജ് ആണെന്നുള്ളത് നമുക്ക് ഡാറ്റ വൈസ് നമുക്ക് പ്രൂവ് ചെയ്യാം, അത് ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് ഡിസ്പ്രൂവ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. മറ്റേന്ന് പറയുന്നത് എന്താണ് നോർമേറ്റീവ് എക്കണോമിക്സിലെ സ്റ്റേറ്റ്മെന്റ് ഇറ്റ് കനോട്ട് ബി ടെസ്റ്റഡ് ആൻഡ് പ്രൂവൺ ഓർ ഡിസപ്രൂവ്ഡ്. അതൊരു ഒരു പെർസ്പെക്റ്റീവ് ആണ് അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെന്റൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ടെസ്റ്റ് ചെയ്യാനായിട്ടോ പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഒന്നും അവിടെ ഇല്ല. ഓക്കെ, ആൻഡ് പോസിറ്റീവ് എക്കണോമിക്സിൽ ഇക്കണോമിക് പ്രോബ്ലംസ് അവിടെ ഡിഫൈൻ ചെയ്യുവാണ്. ഓക്കെ, നേരെ മറിച്ച് നോർമേറ്റീവ് എക്കണോമിക്സിൽ എന്താണ് സൊല്യൂഷൻസ് ആണ് അവിടെ കൊടുക്കുന്നത്. അതായത് ഇക്കണോമിക് പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസ് ബേസ്ഡ് ഓൺ വാല്യൂ ജഡ്ജ്മെന്റ്സിന്റെ ബേസ് ചെയ്തിട്ട് ആ ഒരു പ്രോബ്ലം എന്താണോ ഇക്കോണമി ഫേസ് ചെയ്യുന്നത് അതിനുള്ള ഒരു സൊല്യൂഷൻ ആണ് നോർമേറ്റീവ് എക്കണോമിക്സിൽ കൊടുക്കുന്നത്. അപ്പൊ ബേസിക്കലി പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞൊരു ഫാക്റ്റ് ആണ്, ഡാറ്റ അല്ലെങ്കിൽ ഫാക്ട് അല്ലെങ്കിൽ അത് ഒരു എക്കോണമിയിൽ എന്തായിരിക്കണം എന്നുള്ള ഒരു കാര്യം, വാട്ട് ഇറ്റ് ഈസ് എന്നുള്ള ഒരു കാര്യം ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് അവരവിടെ പറയുവാണ്. ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് ക്യാൻ ബി ടെസ്റ്റഡ് അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്കണോമിക് പ്രോബ്ലം അവിടെ ഡിഫൈൻ ചെയ്യണതാണ് പോസിറ്റീവ് എക്കണോമിക്സ്. നേരെ മറിച്ച് നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത് പ്യൂർലി എന്താ പറയുക ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ഒപ്പീനിയൻ, വാല്യൂസ് അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെന്റ്സ് അവിടെ സ്റ്റേറ്റ് ചെയ്യണം, നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് അവിടെ എക്സ്പ്രസ് ചെയ്യുവാണ്. ആൻഡ് നമ്മൾ എന്തായിരിക്കണം, വാട്ട് ഷുഡ് ബി എന്നുള്ള ഒരു കാര്യം, വാട്ട് ഇറ്റ് ഓട്ട് ടു ബി എന്നുള്ള കാര്യം നമ്മളവിടെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ടോ പ്രൂവ് ചെയ്യാനായിട്ടോ ഒന്നും പറ്റില്ല, ബിക്കോസ് അതൊരു ഫാക്ച്വൽ സ്റ്റേറ്റ്മെന്റ്, അതൊരു ഫാക്ച്വൽ സ്റ്റേറ്റ്മെന്റിനേക്കാൾ ഉപരി ഒരു ജഡ്ജ്മെന്റൽ അല്ലെങ്കിൽ ഒരു പെർസ്പെക്റ്റീവ് ആണ് നമ്മളവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ടോ പ്രൂവ് ചെയ്യാനായിട്ടോ പറ്റത്തില്ല. ആൻഡ് അതേപോലെ നമ്മളൊരു സൊല്യൂഷൻ ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണെന്നുള്ളതല്ല പ്രോബ്ലം, എന്ത് പ്രോബ്ലം ആണെന്നുള്ളതല്ല, ആ പ്രോബ്ലത്തിന് എന്ത് സൊല്യൂഷൻ കൊടുക്കാം എന്നുള്ള രീതിയിലൊരു വാല്യൂ ജഡ്ജ്മെന്റ് ആണ് അവിടെ കൊടുക്കുന്നത്. ഇതാണ് പോസിറ്റീവ് എക്കണോമിക്സ് ആൻഡ് നോർമേറ്റീവ് എക്കണോമിക്സിന്റെ മെയിൻ ആയിട്ടുള്ളൊരു ഡിസ്റ്റിങ്ഷൻ. ഓക്കെ,
ഇത്രേ ഉള്ളൂ. സോ so far I think നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ താങ്ക് യു. സോറി, അതിനു മുമ്പ് നമ്മൾ ഒരു കാര്യം കൂടി നമ്മൾ പറയാൻ വിട്ടുപോയി. അതായത് മൈക്രോ ഇക്കണോമിക്സും മാക്രോ ഇക്കണോമിക്സും. മൈക്രോയുടെ ഒരു ഡിഫറൻസും കൂടി ഉണ്ട്. സോ മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് ദ സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ആണ്. മാക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് എക്കോണമി ആസ് എ ഹോൾ. ഹോൾ ഇക്കോണമിനെ പറ്റിയുള്ള ഒരു സ്റ്റഡിയാണ് മാക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു മാക്രോയുടെ ആ ഒരു ഇത് ഇടയ്ക്ക് വിട്ടുപോയായിരുന്നു. അപ്പൊ അത് നമ്മൾ ഒന്നും കൂടി ഒന്ന് ഫ്രഷ് ചെയ്യണത്. നമുക്ക് മെയിൻലി ഉള്ള മാക്രോ ഡിഫറൻസ്. മൈക്രോ എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ആണ്. മാക്രോ എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഇക്കോണമി ആസ് എ ഹോൾ ആണ്. നൗ മൈക്രോ എന്ന് പറയുമ്പോഴേക്കും ഇൻകം ഓഫ് ആൻ ഇൻഡിവിജ്വൽ സപ്ലൈ ഓർ ഡിമാൻഡ്. ഒരു ഇൻഡിവിജ്വൽ ഇൻകം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സപ്ലൈ, ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്നുള്ളൊരു കേസൊക്കെയാണ് നമ്മൾ മൈക്രോയിൽ ഡീൽ ചെയ്യുന്നത്. മാക്രോയിൽ നാഷണൽ ഇൻകം, അഗ്രിഗേറ്റ് ഡിമാൻഡ്, അഗ്രിഗേറ്റ് സപ്ലൈ എന്നുള്ളൊരു അഗ്രിഗേറ്റ് കോൺസെപ്റ്റ്സ് ആണ് മാക്രോയിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. മൈക്രോയിൽ പ്രൈസ് തിയറി ആണ്, നേരെ മറിച്ച് മാക്രോയിൽ ഇൻകം തിയറി ഓർ ഔട്ട്പുട്ട് തിയറി. മൈക്രോയിൽ പാർഷ്യൽ ഇക്വിലിബ്രിയം ആണ്, അതായത് ഒരു മാർക്കറ്റിന്റെ ഇക്വിലിബ്രിയം, അതല്ലെങ്കിൽ ഒരു എന്താ പറയാ മണി മാർക്കറ്റിന്റെ ഇക്വിലിബ്രിയം. അങ്ങനെ ഓരോ മാർക്കറ്റ്സിന്റെ പാർഷ്യൽ ഇക്വിലിബ്രിയം ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. വേറെ മാക്രോയിൽ എന്താണ് ജനറൽ ആയിട്ടുള്ള ഇക്വിലിബ്രിയം, അതായത് സൈമൾട്ടേനിയസ്ലി നമ്മുടെ ഗുഡ്സ് മാർക്കറ്റ്, മണി മാർക്കറ്റ്, അതിലെല്ലാത്തിലെയും സൈമൾട്ടേനിയസ് ആയിട്ടുള്ള ഒരു ജനറൽ ഇക്വിലിബ്രിയം ആണ് നമ്മൾ മാക്രോ ഇക്കണോമിക്സിൽ പഠിക്കുന്നത്. ആൻഡ് മെയിൻ ആയിട്ട് ആൽഫ്രഡ് മാർഷലിന്റെ എന്താ പറയാ പോണൻസ് ആണ് മൈക്രോ ഇക്കണോമിക്സിൽ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ആൽഫ്രഡ് മാർഷലിന്റെ തിയറീസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നേരെ മറിച്ച് മാക്രോയിൽ JM കെയ്ൻസ് ആണ് മെയിൻ ആയിട്ടുള്ള ഇക്കോണമിസ്റ്റ്. മാക്രോ ഇക്കണോമിക്സിന്റെ മെയിൻ ഇക്കോണമിസ്റ്റ് എന്ന് പറയുന്നത് JM കെയ്ൻസ് ആണ്. അതേപോലെ തന്നെ ജനറൽ തിയറി ആണ് മാക്രോ ഇക്കണോമിക്സിൽ ഡീൽ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റ്, ജനറൽ തിയറി. നേരെ മറിച്ച് മൈക്രോയിൽ പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ് എന്നുള്ളതാണ് മൈക്രോയിലെ ഇത്. ഇതാണ് മൈക്രോ മാക്രോയിലെ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. ഇൻഡിവിജ്വൽ യൂണിറ്റ്, മറ്റേത് സ്റ്റഡി ഓഫ് ഇക്കോണമി ആസ് എ ഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത്, മൈക്രോ മാക്രോ ഇക്കണോമിക്സ് എന്നുള്ളത്. ഓക്കെ, താങ്ക് യു.